ഉള്ളൊഴുക്ക് ഡയറക്റ്റഡ് ബൈ ക്രിസ്റ്റോ ടോമി, പുള്ളി തന്നെയാണ് എഴുതിയിരിക്കുന്നത്. ആൻഡ് സുഷിൻ ശ്യാമാണ് നമ്മുടെ മ്യൂസിക് ചെയ്തിരിക്കുന്നത്. ബ്രില്യൻ. സിനിമാറ്റോഗ്രാഫി വൈസ് ഷെഹനാദ് ജലാൽ, ആരെന്ന് പറഞ്ഞുകൂടാ. സിനിമാറ്റോഗ്രാഫി വൈസ് അടിപൊളി. വിഷ്വൽസിനൊക്കെ അന്യായ പ്രാധാന്യമാണ് കൊടുത്തിരിക്കുന്നത് പടത്തിൽ. എഡിറ്റഡ് ബൈ കിരൺ ദാസ്. ഈച്ച് ആൻഡ് എവരി ക്യാരക്ടേഴ്സ് ഓഫ് ദിസ് മൂവി. ഓക്കെ, ഇപ്പം എന്താ പറയുക, ഓഫ് ക്യാമറേൻ്റെ പിന്നിൽ നിന്ന് പ്രവർത്തിച്ചവരും അടിപൊളിയായിട്ട് തന്നെ വർക്ക് ചെയ്തു എന്ന് എനിക്ക് തോന്നി. കാരണം വിഷ്വൽസിനായാലും സൗണ്ടിനായാലും, മ്യൂസിക്കിന് അതിൻ്റെതായ പ്രാധാന്യമുണ്ട്, എന്നാലും സൗണ്ട് എഫക്റ്റിന് നല്ല പ്രാധാന്യം കൊടുത്തിരിക്കുന്ന ഒരു സിനിമയാണ്. ഒരു 4K അറ്റ്മോസ് ഒരു ഓഡി ഡിമാൻഡ് ചെയ്യുന്ന ഒരു സിനിമ തന്നെയാണ്. പക്ഷേ ഈ സിനിമേൻ്റെ കഥാപശ്ചാത്തലമോ കാര്യങ്ങളോ ഒന്നുമല്ല എന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഇരുത്തിയത്. എന്നാൽ ആക്ടേഴ്സ് ആൻഡ് ദെയർ ആക്ടിങ്. മറ്റേ മച്ചാനുണ്ടോ, ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ കൊത്തയിലൊക്കെ വന്ന ഒരു ഊള റോൾ ചെയ്തൊരു ചേട്ടനുണ്ട്. അയ്യോ, ആരുടെ അത്? ഒരു സെക്കൻഡ്. നമ്മുടെ ഉർവശി ചേച്ചി, പാർവതി, അലൻസിയർ അണ്ണായി എല്ലാവരും കിട്ടില്ല. മറ്റേ പുള്ളിയുടെ പേരൊന്നും നോക്കട്ടെ. പ്രശാന്ത് മുരളി. തോമസ് കുട്ടി എന്നാണ് പുള്ളീൻ്റെ പടത്തിലെ കഥാപാത്രത്തിൻ്റെ പേര്. കിട്ടില്ല. ഒരു എന്താ പറയുക, നമ്മുടെ ഇതില്ലടേ ട്യൂമർ വന്ന ഒരാളൊക്കെ കുറച്ചേ ഉള്ളൂ പുള്ളി. ഒരു ട്യൂമർ വന്ന ഒരാൾ എങ്ങനെയാണ് ബെഡ് റിഡൺ ആയി കിടക്കുന്നത്, പുള്ളീൻ്റെ അവിടെ ഉള്ള ഇതെങ്ങനെയാണ്, പുള്ളി സെക്സിന് വേണ്ടി എത്രത്തോളം ക്രേവ് ചെയ്യുന്നു, ഇതൊക്കെ ഇങ്ങനെ നല്ല രീതിയിൽ പടത്തിൽ കാണിച്ചിട്ടുണ്ട്. കിടിലായിട്ട് തന്നെ കാണിച്ചിട്ടുണ്ട്. പുള്ളീൻ്റെ ആക്ടിങ് പറയാതിരിക്കാൻ വയ്യ. വളരെ കുറച്ചേ ഉള്ളൂ, പക്ഷെ കിടില. ആൻഡ് ഉർവശി ചേച്ചീൻ്റെ കാര്യം പിന്നെ പറയണ്ടല്ലോ. പണ്ട് തൊട്ടേ നമ്മളെയൊക്കെ എന്താ പറയുക പണ്ടിച്ചു. ആ ഒരു ഞാനൊക്കെ സിനിമ കണ്ടു തുടങ്ങിയ കാലം എന്ന് പറയുമ്പോൾ വീട്ടിലിരുന്ന TV-യിൽ ഏഷ്യാനെറ്റും സൂര്യയൊക്കെ കണ്ട് തുടങ്ങിയാണ്. അപ്പം അതിലെ ഈ പഴയ ലാലേട്ട പടങ്ങളിലൊക്കെ ഉർവശി ചേച്ചീനൊക്കെ കാണുമ്പോഴത്തേക്കും അടിപൊളി ഒരു ഫീൽ തന്നെ ആയിരുന്നു. ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും അതിൽ ഒട്ടും കോട്ടം തെറ്റാതെ അടിപൊളിയായിട്ട് തന്നെ അവർ ചെയ്തിട്ടുണ്ട്. ആൻഡ് പാർവതി സ്റ്റീലർ ഓഫ് ദിസ് ഷോ. കിടിലം. എനിക്ക് കഥ പശ്ചാത്തലത്തിനെ കുറിച്ചൊന്നും പറയാനില്ല. ജസ്റ്റ് ഞാൻ പറയാം, ഒരു ട്യൂമറുള്ള ഒരാളെ ഒരു താല്പര്യമില്ലാത്തൊരു പെൺകുട്ടിയോട് കല്യാണം കഴിപ്പിക്കുന്നു. പിന്നെ അതിൻ്റെതായ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, ആളെ മരിക്കുന്നു. ഈ പെൺകുട്ടിക്ക് വേറൊരാളെ ഇഷ്ടമുള്ള രീതിക്ക് പുള്ളിക്കാരി ഇറങ്ങി പോകാൻ നിൽക്കുന്നു. എന്നാൽ പുള്ളിക്കാരിക്ക് ഒരു കൊച്ചുണ്ടാവും, പ്രഗ്നൻ്റ് ആയിരിക്കും. അങ്ങനത്തെ കുറേ ഇഷ്യൂസ്. ഇതിനിടയിൽ ഉർവശിയിലെ കുറേ സെന്റിമെന്റ്സ്, ഇമോഷൻസ്, കാര്യങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. പക്ഷെ എവരുടെയൊക്കെ പെർഫോമൻസ് വൈസ് പടം വേറെ ലീഗിലേക്ക് തന്നെയാണ് പോയിരിക്കുന്നത്. ആൻഡ് അലൻസിയർ ലോപ്പസ് പുള്ളി അടിപൊളി ചെയ്തിരിക്കുന്നത്. എല്ലാവരും വൃത്തിക്ക്, ഭംഗിക്ക്, വെടിപ്പായിട്ട് അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ആൻഡ് പോയി കണ്ടോക്കണേ, നല്ല സിനിമ. ഇതൊക്കെ എന്താ പറയുക, വേണമെങ്കിൽ OTT കാണാം. പക്ഷെ ഇത് സാറിനൊരു പടം ചിത്രീകരിക്കുന്ന രീതിയിലല്ല അവരെടുത്തിരിക്കുന്നത്. സൗണ്ടിലായാലും വിഷ്വൽസിലായാലും ഞാൻ പറഞ്ഞ പോലെ നല്ല പ്രാധാന്യം കൊടുത്ത് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഒരു സാധാരണ ഒരു എന്താ പറയുക, ഒരു ബഡ്ജറ്റിൽ നിർത്താമായിരുന്നു എന്നുള്ളൊരു പടത്തിന് ഇത്ര വെള്ളമൊക്കെ കൊണ്ടുവന്ന് 2018 ഞാൻ പറയില്ല, എന്നാലും ഒരു കുറച്ച് എഫേർട്ടൊക്കെ എടുത്ത് തന്നെയാണ് പടം ചെയ്തിട്ടുള്ളത്. അത് കാണുന്നുണ്ട് അതിൽ. അത്രേ ഉള്ളൂ.